രാവിലെ എണീക്കാനൊക്കെ എല്ലാവർക്കും നല്ല മടിയായിരുന്നു. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ അത് എണീറ്റ് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അയറിനിടനൊക്കെ എല്ലാവരും ദേ ബാൽക്കണിയിൽ വന്ന് നിന്ന് ആ പുറത്ത് ആ ഭംഗിയുള്ള കാഴ്ചകളും ആ ചെറിയ തണുപ്പും അങ്ങനെ എല്ലാവരും ദേ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുവാണേ. നമ്മുടെ ഈ റിവർ ബെഞ്ച് ഹോം സ്റ്റേയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആ താഴത്തുള്ള ലേക്ക്, അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. നമ്മൾ ഇന്നലെ അവിടെ പോയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ അവിടെ പോയി ഒന്ന് അടിച്ച് പൊളിക്കണം, പറ്റുവാണെങ്കിൽ ഒന്ന് കുളിക്കണം. അങ്ങനെ ദേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ദേ വന്നേക്കുവാണ്. അപ്പവും കടലക്കറിയാണ്. അപ്പം കടലക്കറി തുറന്നേ, അപ്പം തുറന്നേ, കടലക്കറി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒട്ടും തന്നെ സമയം കളയാതെ ഞങ്ങൾ താഴെ ലേക്കിലേക്ക് പോവാണ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലേക്കിൽ കുളിക്കാനൊന്നും പറ്റില്ല, നല്ല തണവായിരുന്നു. അപ്പോൾ ഈ തവണ കുളിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കണം കേട്ടോ. ഇനി ഈ തവണ അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ അഭിപ്രായം മാറുമെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഞങ്ങൾ താഴേക്ക് പോവാണ്. എവിടെ പോണ്ടാ? എവിടെ കുളിക്കാൻ പോണാ? വെള്ളത്തില് തണുക്കൂലേ? അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് താഴേക്ക് പോവാണ്. ഇത് വേറെ ഹോം സ്റ്റേ. ഇവിടെ അടുത്തടുത്ത് വേറെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് താഴേക്കൊക്കെ ഒന്ന് പോവാണ്. അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ലേക്ക് ഉണ്ട്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കാരണം കൊണ്ട് വർത്താനം പറയാൻ പറ്റില്ല, ഒച്ചയൊന്നും വരുന്നില്ല. അത്രയും വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പവർ സ്റ്റേഷൻ വെറുതെ കാണിച്ചിട്ടുള്ളൂ, നമ്മൾ അവിടേക്ക് പോയില്ലായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നല്ല സമയമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പവർ സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ താഴേക്ക് ലേക്കിലേക്ക് ഇറങ്ങി കുളിക്കുന്നില്ല, ഒന്ന് കളിച്ച് ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. പോകുന്ന വഴിയിൽ ഇവിടെ നല്ല ഏലക്കാടാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ അകത്തോട്ടൊക്കെ നല്ല ഏലക്കാടുകളാണ്. ഞാൻ ജസ്റ്റ് 1-2 ഏലക്കായ ഉണ്ടായി കിടക്കണുണ്ടോ? ഏലക്കായ ഉണ്ടായി കിടക്കണതാണ് ഈ കാണുന്നത്. ഏലം കണ്ടോ വെച്ചാ? ഏലക്കായ ഇതുണ്ടാ, ഇത് അതിൻ്റെ അകത്തോട്ടൊക്കെ ഇതിൻ്റെ ഏലക്കാടാണ്. ഇതാണ് ഏലക്കായ. അത് കക്കാണ്. ആ നിറച്ചുണ്ട്. ഇതാണ് ഇവിടുത്തെ ആനവരട്ടി പവർ സ്റ്റേഷൻ. ഇല്ല, അത് കാണിക്കണ്ട. എൻ്റെ പൊന്നെ, ഇതുണ്ട്. എവിടെ പോണേ? എവിടെ ആടിന് പൊളിച്ച് കിടക്കാണ്. ആടും കയറി. എടാ ഇവിടെ സിംഹം ഉണ്ടോ? ഇവിടെ സിംഹവും പുലിയൊക്കെ ഉള്ള കാടാണത്. ഇല്ലേ, സിംഹമൊന്നുമില്ലേ? വെള്ളത്തിലേക്കാണ് നമ്മൾ പോണത്. ഞങ്ങളിതേ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ലേക്കാണ്. എന്നാലും ഒരു തവണ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ മനസ്സ് തന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ വീഡിയോ എടുക്കുവാണ്. ഇതിൻ്റെ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത രീതിയിലുള്ള ഒരു ഭംഗിയുള്ളൊരു ലേക്കാട്ടോ ഇത്. നമ്മളേതോ വലിയ കാട്ടിലേക്ക് പോണ ഒരു ഫീൽ. വെരി ഡേഞ്ചറസ്. ഡേഞ്ചർ ഒന്നല്ല, ഇത്ര സൂക്ഷിച്ചിറങ്ങി വന്നാൽ മതി. ഡേഞ്ചർ ഒന്നുമില്ല. ഇതിലെല്ലാവരും ഇറങ്ങി പോയി കുളിക്കാനൊക്കെ വന്ന സ്ഥലമാണ്. ഇതിലെ പാമ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയാൽ മതി. എന്റെ അമ്മേ, എന്തായി കാണണേടാ. അടിപൊളി. അയ്യോ അയ്യോ, കാലിട്ടിരിക്കണേന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദേ ഞങ്ങളുടെ വെള്ളത്തിൽ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് കയറി പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് വാഗമൺ.
വാഗമൺ പോയി അവിടെ അത്യാവശ്യം കാണാവുന്നതെല്ലാം ഒരു 1 ഡേ ട്രിപ്പാണ്. ജസ്റ്റ് എല്ലാം അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ വൈകിട്ട്, അതായത് രാത്രിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്തും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ദേ അയറിന് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എയ്ഡൻ അവിടെ കാർട്ടൂണൊക്കെ കണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ. പിന്നെ നമ്മുടെ ഈ റിവർ ബെഞ്ച് ഹോം സ്റ്റേനെ പറ്റി പറയുവാനാണെങ്കിൽ ഒരു പ്രൊമോഷനായിട്ടൊന്നും കാണണ്ട, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല. നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസിനോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരാണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാനും ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ലേക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോയിൽ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹോം സ്റ്റേ തന്നെയാണ്. എനിക്ക് തോന്നിയ ഈ റിവർ ബെഞ്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി അവരുടെ ഹോസ്പിറ്റാലിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ സാധാ റിസോർട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ പോയി നമ്മൾ തിരിച്ച് പോരുമ്പോൾ ഉള്ള ആ ഒരു ഫീലല്ല നമുക്ക് ഇവിടുന്ന് കിട്ടുക. നമ്മുടെ സ്വന്തം ഫാമിലി ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം 2 ദിവസം താമസിച്ച് നമ്മൾ തിരിച്ചു പോരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ സ്നേഹമുള്ള നല്ല ബ്രദേഴ്സാണ് ഈ ഹോം സ്റ്റേ ഒക്കെ നടത്തുന്ന അവിടെ. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മനോജ് ഏട്ടൻ്റെ തോപ്പിൽ ഹോം സ്റ്റേനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇവർ ബ്രദേഴ്സാണ്. 2 പേരും ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ കട്ടയ്ക്ക് തന്നെയാണ്, അങ്ങനെ തന്നെ പറയണം. 2 പേരും അവരുടെ ഫാമിലി ഫുൾ സപ്പോർട്ടോടുകൂടി നടത്തുന്ന 2 ഹോം സ്റ്റേ ആണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ ദേ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് ഇനിയിപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴി നമ്മുടെ തോപ്പിൽ ഹോം സ്റ്റേയിലും കൂടെ ഒന്ന് കയറി മനോജേട്ടനെ നിഷേച്ചിനെയും കൂടെ ഒന്ന് കണ്ട് ബായൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോണത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോപ്പിൽ ഹോം സ്റ്റേയിലോ റിവർ ബെഞ്ചിലോ വന്ന് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ബൈ ബൈ.